അതുപോലെ പലരും ഇപ്പോൾ വരാറുണ്ട് നമ്മുടെ അടുത്തേക്ക്. കഴിഞ്ഞ 3 കൊല്ലത്തെ റിട്ടേൺ ഫയൽ ചെയ്യണം, 5 കൊല്ലത്തെ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ലോണിന് വേണ്ടി പോകുമ്പോഴാണ് അവർക്ക് പൊതുവെ ഈ ഒരു ആവശ്യം വരിക. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ എന്താണ്? നോർമലി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ടൈം ഡിസംബർ 31 ഉള്ളിൽ കഴിയാണ്. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ നോർമലി അവൈലബിൾ അല്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നോട്ടീസ് വന്നാൽ മാത്രമാണ് നമുക്കൊരു റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അല്ലാതെ ഇപ്പോൾ ലാസ്റ്റ് 2 കൊല്ലങ്ങളായിട്ട് നമുക്കൊരു പുതിയൊരു ഓപ്ഷൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞുള്ള ഒരു റിട്ടേൺ. അപ്ഡേറ്റഡ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ കൊല്ലം വരെ പുതിയ ഫിനാൻസ് ആക്ട് 2025 വരുന്നത് വരെ നമുക്ക് 2 കൊല്ലം വരെയാണ് അപ്ഡേറ്റഡ് റിട്ടേൺ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷെ അത് പുതിയ ഫിനാൻസ് ആക്ട് വന്നതിന് ശേഷം 4 കൊല്ലം വരെ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് നമുക്ക് കുറച്ച് കുറച്ചും കൂടി അഡീഷണൽ ടാക്സ് അടയ്ക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടാക്സ് അടച്ചിട്ട് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാം. അത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ റിട്ടേൺ പോലെ തന്നെ ആ റിട്ടേണിനെ കണക്കാക്കും. ബാക്കിയുള്ള ഇൻകം ടാക്സിന്റെ അസസ്മെന്റ് പ്രൊസീഡിങ്സിലൊന്നും വരാതെ നമുക്ക് രക്ഷപ്പെടാനും ഈ അപ്ഡേറ്റഡ് റിട്ടേൺ വഴി നമുക്ക് സാധിക്കും.